എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അരച്ചു വെച്ച മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. 4 കോഴിമുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തോട് പൊളിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, മുട്ട പുഴുങ്ങിയതാണ്. ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1.25 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 150 ഗ്രാമിന്റെ കപ്പിലാണ് ചിരവിയ തേങ്ങ എടുത്തിരിക്കുന്നത്. 1.5 പിടി ഇരുമ്പൻപുളി 10 എണ്ണം എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇരുമ്പൻപുളി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. 3 തക്കാളി, മീഡിയം സൈസിലുള്ള 3 തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ മതി. ഇരുമ്പൻപുളിയുടെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, പുളി കൂടുതലും കുറവും വേണ്ടവർക്ക്. അപ്പം ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതൊക്കെ കൂടിയിട്ടിട്ട് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്നതിൻ്റെ ഇടയിൽ വേറൊരു പാനിൽ 1/2 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ടീസ്പൂൺ കണക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അത് ഈ ചൂടായ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോവാണ്. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഇപ്പോൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും മസാലപ്പൊടികളും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സബോളയും ഇഞ്ചിയും വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വാട്ടിയെടുക്കാം. വഴന്നു വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഇരുമ്പൻപുളി ചേർത്ത് കൊടുക്കാം. ഇരുമ്പൻപുളി ഇല്ലാത്തവർ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിച്ച ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിന്റെ ഒപ്പം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഇനി 5-6 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെക്കണം. ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ്. ഇതുപോലെ 6-7 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ചട്ടിയിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം മുറിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കാം. മുഴുവനോടെയും നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അതിനി ഭക്ഷണം കഴിക്കാറാകുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ മുട്ടയിലേക്ക് മസാലയും എല്ലാം പിടിച്ചിരിക്കും. വളരെ നല്ലൊരു ഗ്രേവി ടൈപ്പ് കൂട്ടാനാണിത്.